വചനത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, വചനത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നുവോ അങ്ങനെയാണ് വചനം നമ്മെ സമീപിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകുന്നു, എന്തിനാണ് ഈ സഹോദരിമാരുടെ മീറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട്? അപ്പോഴെൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു ആശയം ഗതികേട് കൊണ്ടാണ്. ക്രിസ്തു അവിടുത്തെ ഭവനത്തിന് അകത്ത് അപമാനിക്കപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിനകത്ത്, സഭയ്ക്കകത്ത് കർത്താവ് പലപ്പോഴും അപമാനിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? നമ്മുടെ പ്രവൃത്തി കൊണ്ട്. കൈവിടപ്പെട്ടു പോകാതെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മേൽ ശത്രുവിന് അവകാശമില്ല. അഥവാ നിങ്ങളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, പരീക്ഷയിൽ അകപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ പറ്റൂ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള വാക്യം തന്നെ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? കണ്ണുകളടച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് ഒരു കൂടെ നോക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് ദിവ്യസന്നിധാനത്തിൽ കടന്നു വരുന്നു. അങ്ങയുടെ ആത്മാവ് അങ്ങയുടെ ജനത്തോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. അങ്ങ് നല്ലവനല്ലോ. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. എന്നേക്കുമുള്ള അങ്ങയുടെ ദയയാൽ ഞങ്ങൾ നിത്യം പരിപാലിക്കുന്നതിന് നന്ദി. ആത്മവിഷയമായിട്ട് അങ്ങയുടെ ജനത്തിന് വലിയ സമ്പന്നത കൊടുത്ത് കാക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഈ ഭാഗം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. റോമാലേഖനം 8-ാം അധ്യായം യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലെ ഒരു ഗോൾഡൻ ചാപ്റ്ററാണ്, ഒരു സുവർണ അധ്യായമാണ്. തുടക്കത്തിൽ തന്നെ റോമാലേഖനത്തെക്കുറിച്ച് ചുരുക്കമായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം. നിങ്ങൾ സ്വാഭാവികമായിട്ടും വചനപഠനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാകയാൽ ഇതിനാലും തന്നെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും അറിവുള്ളവരായിരിക്കാം. ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങൾ ഞാൻ പറഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾക്ക് നല്ലതിനായിട്ട് തീരട്ടെ എന്നുള്ള ഒരു ആശംസയുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ദീർഘമായ ലേഖനങ്ങളിൽ ഒന്നാണ് റോമാലേഖനം. 16 അധ്യായങ്ങളുണ്ട്. റോമാലേഖനം എഴുതുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം റോം സന്ദർശിച്ചിട്ടില്ല. റോമിലെ സഭയെക്കുറിച്ചുള്ള അറിവാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ റോമ സഭയ്ക്ക് എഴുതുന്ന ഒരു ദൂതാണ്. റോമിലെ സഭയെക്കുറിച്ച് പൊതുവേ ചില തെറ്റിദ്ധാരണകളുണ്ട്. അത് സ്ഥാപിച്ചത് അപ്പോസ്തലനായ പത്രോസ് എന്നുള്ളൊരു ചിന്ത ഇന്നും ചിലർക്കുണ്ട്. കാതലിക് സഭ പോലുള്ള സഭകളും പിന്നെ ചുരുക്കം ചിലരും അത് തന്നെയാണ് ഇന്നും ചിന്തിക്കുന്നതും പറഞ്ഞ് സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുന്നതും. യഥാർത്ഥത്തിൽ പത്രോസ് അപ്പോസ്തലനല്ല റോമാ സഭ സ്ഥാപിക്കുന്നത്. റോമൻ കാതലിക് സഭയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. റോമിലുള്ള ദൈവസഭ, അന്നത്തെ സഭ, 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. അത് മാസിഡോണിയയിലെയും ഏഷ്യയിലെയും വിശ്വാസികൾ ചേർന്ന് സ്ഥാപിച്ചു എന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത്. സ്വാഭാവികമായിട്ടും മാസിഡോണിയയിലെ വിശ്വാസികളും ഏഷ്യയിലെ വിശ്വാസികളുമാകുമ്പോൾ അത് ചെന്ന് നിൽക്കുന്നത് അപ്പോസ്തലനായ പൗലോസിലായിരിക്കും. കാരണം മാസിഡോണിയയിൽ സഭ സ്ഥാപിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് നമ്മളിവിടെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരിക്കൽ ഞാനിവിടെ 16-ാം അധ്യായത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ നിന്നുകൊണ്ട്, അതായത് ഒരു ദർശനത്തിൽ അദ്ദേഹത്തിനൊരു കാഴ്ച കാണുന്നതാണ്. മക്കദോനിയക്കാരനായ പുരുഷൻ നിന്നുകൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് വരിക, ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ദർശനം അദ്ദേഹം കാണുകയും ആ ദർശനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം യാത്ര ചെയ്ത് അവസാനം ജയിലിലെത്തുകയും ജയിലിൽ വെച്ച്
മാസിഡോണിയക്കാരനായ പുരുഷൻ അഥവാ മക്കതോനിയക്കാരനായ പുരുഷൻ ആ ജയിലറെ കണ്ടെത്തുന്നു. അവിടെ ഒരു സഭ തൽഫലമായിട്ട് അതിനുശേഷം സ്ഥാപിതമാകുന്നതിനെക്കുറിച്ചൊക്കെ വായിക്കുന്നു. നേരത്തെ കർത്താവിൻ്റെ ദാസനത് ഒരു വാക്യം പറഞ്ഞ് നിങ്ങൾ ഓർമ്മിച്ച് കാണും. യജമാനന്മാരെ ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വാക്ക് നേരത്തെ പ്രാർത്ഥനാമധ്യേ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായിട്ടും അപ്പോസ്തലനായ പൗലോസ് അവിടെ സ്ഥാപിച്ചു. അവരിൽ നിന്നാണ് പിന്നീട് റോമിലേക്ക് സുവിശേഷം എത്തുന്നതും റോമയിൽ ഒരു സഭ സ്ഥാപിക്കുന്നതും. ഈ ലേഖനം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ 3-ാം മിഷണറി യാത്രയിലാണ്. 3-ാം മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിൽ അതിഥിപ്രിയനായ ഗായോസിൻ്റെ ഭവനത്തിൽ വെച്ച് ഇത് രേഖപ്പെടുത്തുന്നു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇത് എഴുതുന്നത് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹമല്ല, ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് തെർത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. തെർത്തോസ് ഇത് ആരുടെ കയ്യിൽ കൊടുത്തുവിടുന്നു? ഫേബ എന്ന് പറയുന്ന കെംക്രേയ സഭയുടെ പാസ്റ്ററുടെ കയ്യിലാണ് കൊടുത്തേക്കുന്നത്. ഫേബ എന്നൊരു പാസ്റ്ററാണ് കേട്ടോ. ഫേബ എന്ന് പറയുന്ന സ്ത്രീയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ്. അവർക്ക് നേരം വെളുക്കാൻ വളരെ താമസിക്കും. അപ്പോൾ നമുക്ക് ഇന്നും സ്ത്രീകൾ പാസ്റ്റേഴ്സോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. CSIക്കാരുടെ ഇടയിലൊക്കെ എനിക്ക് തോന്നുന്നു ബിഷപ്പൊക്കെ ഉണ്ട്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന അത് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വേൾഡ് കൗൺസിൽ 14 മെമ്പേഴ്സാണ്. അതിൽ 6 പേർ സ്ത്രീകളാണ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുമ്പോൾ മലയാളികളായ നമ്മൾ നെഞ്ചത്ത് കൈവയ്ക്കും, അങ്ങനെയോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. എന്നിട്ട് നമ്മൾ 1-2 പേരുകൾ എടുത്ത് പറയും. പണ്ട് ദെബോറ ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ഫേബ, പിന്നെ ഒരുപാട് കാര്യം ഹന്ന തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നിട്ട് നമ്മൾ കാപട്യമായിട്ട് പറയുകയും ചെയ്യും, യഹൂദന്മാർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ സ്ത്രീയായിട്ട് സൃഷ്ടിക്കാത്തതിനായിട്ട് നന്ദി കർത്താവേ എന്ന് യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ. കാരണം അവിടുത്തെ മിലിറ്ററിയിൽ നല്ലൊരു ഭാഗം സ്ത്രീകളാണ്. അതുപോലെ തന്നെ അവിടുത്തെ എമിഗ്രേഷൻ ബഹുഭൂരിപക്ഷം, അതായത് 90% സ്ത്രീകളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ നമ്മൾ ഇരമ്യ പ്രവചനത്തിൽ വായിക്കുന്നു, പുരുഷനെ സ്ത്രീ കാത്തു സംരക്ഷിക്കുമെന്നാണ്. ഏത് അന്ത്യ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനത്തിൽ പറയുന്നത്. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച കാലഘട്ടമാണ്. നമ്മൾ ഇനി എന്നാണ് ഇത് ആകുന്നതെന്ന് അറിഞ്ഞുകൂടെ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. സഹോദരിമാരുടെ മീറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ പ്രസംഗിക്കാൻ വിളിക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയാറില്ല, എങ്കിലും ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകുന്നു, എന്തിനാണ് ഈ സഹോദരിമാരുടെ മീറ്റിംഗ് സെപ്പറേറ്റായിട്ട്? അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു ആശയം ഗതികേട് കൊണ്ടാണ്. അല്ല, കാരണം പുരുഷന്മാർക്കായിട്ടൊരു പുരുഷ സഹകരണ സംഘങ്ങളൊക്കെ ഇപ്പോൾ ലോകത്തിലുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ആധിപത്യം എന്നും അങ്ങനെ ഇല്ല. വാക്യം ഞാൻ പറയുന്നു, പുരുഷൻ്റെ മേലാണ് കിടക്കുന്നത്. പക്ഷെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, സ്ത്രീയും പുരുഷനും ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. മാത്രമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പെണ്ണ് അതിനകത്തുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ കിടക്കുന്നില്ല. പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതേ ഉള്ളൂ. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഒരു ശക്തിയായിട്ടുള്ള ഒരു സഹോദരി ശുശ്രൂഷയാണ്. അവരുടെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തയക്കുന്നതും അവർ അവിടെ എത്തിക്കുന്നതും. ഇതെന്തുകൊണ്ടാണ് എഴുതുന്നത്? ഈ ലേഖനം എഴുതുന്നതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, റോമാലേഖനത്തിൻ്റെ കാതലായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് കൃപയാൽ നമുക്ക് കിട്ടുന്ന രക്ഷ, വിശുദ്ധീകരണം, ആത്മരക്ഷ, ആത്മാവിൻ്റെ സന്തോഷം, ഇങ്ങനെ അതുപോലെ തന്നെ വിശ്വാസത്താൽ നമുക്ക് കിട്ടുന്ന വിശുദ്ധീകരണം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. ഇതിൻ്റെ കാതലായിട്ടുള്ള തീമായിട്ടുള്ള വാക്യമെന്ന് പറയുന്നത് അതിൻ്റെ 1-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന യവനും അത് പിന്നെ ആദ്യ യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാകുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കാതലായിട്ടുള്ള ഒരു വാക്യം അതാണെങ്കിലും ഇതിൻ്റെ വിഷയങ്ങൾ വളരെ അനവധിയാണ്. ഇത് വളരെ അഗാധമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ലേഖനമാണ്. എങ്കിലും 2-3 നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് അതൊരു പെരിഫറലായിട്ടാണ്, ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കെങ്കിൽ ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം അവിടെ സന്ദർശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നു എന്നറിയിക്കുവാനുള്ള ഒരു ലേഖനമാണ്. ഞാൻ സ്പെയിനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യമായിട്ട്. അങ്ങനെ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം,
അദ്ദേഹം പിന്നീട് പോകുന്നത് അദ്ദേഹം തടവിലായിട്ടാണ് അവിടേക്ക് പോകുന്നതെന്നും എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുന്നില്ല. എങ്കിൽ ഞാൻ പറയുന്നത്, ഇദ്ദേഹം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ സ്പെയിനിലേക്ക് പോകുന്നുണ്ട്, പോകുന്ന വഴി അവിടെ സന്ദർശിക്കുക. ഇതെല്ലാം വാക്യങ്ങളുണ്ട്. സമയം അനാവശ്യമായിട്ട് ചിലവഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വാക്യങ്ങളിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾ വായിക്കുക. അപ്പോൾ അവിടേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞാൻ അവിടേക്ക് സന്ദർശിക്കാനായിട്ട് വരുന്നു. അത് വളരെ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നു. അത് ബൈബിളിലൊരു വലിയൊരു പ്രത്യേകതയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നു, യേശു പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ദൈവം പറയുന്നൊരു കാര്യം ശത്രുവിനോടാണ്, സാത്താനോട് പറയുന്നൊരു കാര്യമാണ്. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ പിറക്കും, അവൻ നിൻ്റെ തലയെ തകർക്കും. യേശുവിൻ്റെ വരവ് എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു പ്രവചനം, സർപ്രൈസായിട്ടല്ല. കർത്താവ് ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. 11-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്, 53-ാം അധ്യായത്തിൽ മരണം, അതുപോലെ തന്നെ ഒരു 536 വർഷങ്ങൾക്ക് മുമ്പേ ദാനിയേലിലൂടെ കർത്താവിൻ്റെ ജനനം, ജീവിതം, മരണം, 2ാം വരവ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഒരു വലിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് സർപ്രൈസ്. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുകയാണ്. ഒരു ദിവസം ഒറ്റയടിക്ക് പെട്ടെന്ന് വിദേശത്തുനിന്ന് വരുന്നു, പുറക്കയിൽ നിന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. അറ്റാക്ക് വരാത്തവർക്ക് ഭാഗ്യം, വലിയ കുഴപ്പമില്ല. നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നവരാണ് മറ്റുള്ളവർക്ക്. പക്ഷേ വചനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, എല്ലാം മുൻപ് കൂട്ടി പറഞ്ഞിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യം. 2, ഇത് അപ്പോസ്തലൻ എഴുതുവാനുള്ള ഒരു കാരണം, അത് 1-2 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളൊന്ന് എടുത്ത് വായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായം 8-ാം വാക്യം. നല്ലത് വരേണ്ടുന്നത് തീയത് ചെയ്തു എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. മതി. 6-15 വായിച്ചേ. എന്നാൽ എന്താ, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. പിന്നെ അതിൻ്റെ 1-2 വാക്യങ്ങളെല്ലാം പിന്നീട് വായിച്ചുകൊണ്ടാൽ മതി. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ സാരം, ഞങ്ങളെക്കുറിച്ച് ചില റൂമേഴ്സ്, ചില അപഖ്യാതികളെല്ലാം അവിടെ പറഞ്ഞു പരത്തുന്നു. ഞാൻ അങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്, എൻ്റെ പ്രസംഗം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം കുറേ പേർ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. ആദ്യം ബർന്നബാസിനെ കാണുന്നു, പിന്നീട് അവർ തമ്മിൽ വേർപിരിഞ്ഞ ശേഷം ശീലാസിനെ കാണുന്നുണ്ട്, പിന്നെ ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട്. ത്രോഫിമോസ്, ഇങ്ങനെ ഒരുപാട് പാർട്ടികൾ നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് ഇനി പേരുകൾ പറയുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാം പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ചെയ്യുന്നതൊന്നും വചനാടിസ്ഥാനത്തിലല്ല. ഞങ്ങൾ ഇന്നും പണ്ടത്തെ പോലെ ഞങ്ങൾ പല രീതിയിലാണ് ജീവിക്കുന്നത്, പല രീതിയിലാണ് ഞങ്ങളുടെ നടത്ത, ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് അവിടെ എല്ലാം ഇങ്ങനെ പറഞ്ഞു പരത്തുന്ന ഒരനുഭവം ഞാൻ കേട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. അഥവാ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നുണ പറയുന്നതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. അപ്പോൾ നുണ പറയുന്ന പരിപാടി അന്നും സജീവമായിരുന്നു, പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ വളരെ സജീവമായിരുന്നു. ഈ സജീവത്തിനേക്കാൾ അപ്പുറത്ത് വാക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ഇന്നും ചർച്ചുകളിലുണ്ട്. നിങ്ങളുടെ ചർച്ചിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സാധാരണ ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, അത് നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, വേറെ ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് കറക്റ്റായിട്ടാണ് ദൂത് പറയുന്നത് സ്വാഭാവികമായിട്ടും. അങ്ങനെ ചിലരെങ്കിലും ചിലപ്പോൾ കാണും. നമുക്കൊരു ത്രില്ലാണ്, ഒരു രസമാണ്. നമുക്ക് ചിലപ്പോൾ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ത്രില്ലൊന്നും കാണില്ല, നമുക്കിത് കേട്ടുകൊണ്ടിരിക്കാൻ. ചിലരൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലതായിട്ട് ഉറങ്ങാൻ കിട്ടുന്ന സമയം ഈ സമയമാണ്. നിങ്ങൾ ഉറങ്ങിയാലും ഞാൻ കുറ്റം പറയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂർക്കം വലിച്ച് ശല്യം ചെയ്യരുത് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഉറങ്ങുന്നത് നല്ല കാര്യമാണ്. എൻ്റെ വചനം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേട്ട് ഉറങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഭാഗ്യവാനാണ്. എനിക്ക് ഉറക്കാൻ പറ്റുന്നല്ലോ എന്നുള്ളത്. പലർക്കും ഉറക്കമില്ലാത്ത ദിനങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ വെച്ചെങ്കിലും ഉറങ്ങുക. എന്നാൽ നമുക്ക് ഏറ്റവും ഉണർവോടുകൂടി വളരെ ത്രില്ലായിട്ട് പറയുന്നത് മറ്റുള്ളവരെക്കുറിച്ച് കേൾക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ
അതൊരു ഭയങ്കര ഒരു ഉത്സാഹത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ വചനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ അതിനെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതേ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ നമ്മൾ ഒരു തേജസ് വെളിപ്പെടാൻ പോവുകയാണ്. ആ തേജസ്സിനകത്ത് നമ്മൾ നിൽക്കണമെങ്കിൽ, ആ തേജസ്സിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ, ആ രാജ്യത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ യോഗ്യരായിരിക്കണം. കറ, വാട്ടം, ചുളുക്കം, മാലിന്യമില്ലാത്ത. നേരത്തെ ഒരു സഹോദരി ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ച് അവർ പ്രാർത്ഥിച്ചത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. സ്വാഭാവികമായിട്ടും കർത്താവിന് ഇന്നും ലോകത്തിലൊരു ശേഷിപ്പുണ്ട്. എല്ലാ കാലഘട്ടത്തിലും കർത്താവിന് ലോകത്തിലൊരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പെന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ശേഷിപ്പാണ്. ഒരിക്കൽ ദൈവത്തിൻ്റെ ജനത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അവരുടെ നോട്ടവും ചിന്തയും സംഭാഷണവും പ്രവൃത്തിയും കേൾവിയും അവരുടെ ജീവിത രീതികൾ, ലൈഫ് സ്റ്റൈൽ, അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ മക്കളുടേത്. അവർ കർത്താവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അവർ ഭൂമുഖത്തായിരിക്കുന്നത്. യേശു ഒരിക്കൽ പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറഞ്ഞു, യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിലരൊക്കെ പറയുന്നത്. യേശു പറഞ്ഞ ഒരു സംഭാഷണ മധ്യേയാണ് പറയുന്നത്. യേശു പറഞ്ഞു, കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും, പിന്നെ കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ചിന്തിച്ചുകൊണ്ട് പറയാണ്, ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ചിന്ത എങ്ങനെയാണ്? കാരണം നിങ്ങൾ ഈ ലോകത്തിലുള്ളവർ, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, അതുകൊണ്ട് നിങ്ങളുടെ ചിന്ത ഇങ്ങനെയായിരിക്കും, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, എൻ്റെ ജനനം ഡിഫറൻ്റാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുകളിൽ നിന്നാണ്, താഴെ നിന്നുള്ളവനല്ല. എൻ്റെ ചിന്ത അങ്ങനെയുള്ളതാണ്, എൻ്റെ ജീവിതം അങ്ങനെയുള്ളതാണ്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൻ്റെ കൃപയാൽ നടത്തപ്പെട്ട് ദൈവത്തിൻ്റെ സഭയിലായിരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ യേശുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, യേശുവിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഈ ഭൂമുഖത്തായിരിക്കുന്നത്. അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമല്ലയോ എന്നുവെച്ചാൽ ലോകം നിങ്ങളെ വായിക്കുന്നത് ക്രിസ്തു എന്നുള്ള ലേബലിലാണ്. ക്രിസ്തു ഈ ഭൂമുഖത്തായിരുന്നാൽ എങ്ങനെയായിരിക്കും ലോകം വായിക്കുന്നത്? അതുപോലെയാണ് നിങ്ങളെയും വായിക്കേണ്ടത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമാണ്. ആകയാൽ നമ്മുടെ ജീവിത രീതിയെ വളരെ സസൂക്ഷ്മം നമ്മൾ ക്രമീകരിക്കണം. കൈവിടപ്പെട്ടു പോകരുത്. കാലം അതിൻ്റെ അന്ത്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ലക്ഷണങ്ങൾ പറഞ്ഞിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവ് വരുന്നതിന് മുമ്പേ ഉള്ള ലക്ഷണങ്ങൾ പറഞ്ഞു. ഒന്നാം വരവിന് മുമ്പേ ഉള്ള ലക്ഷണങ്ങളെല്ലാം പൂർത്തീകരിച്ച് കാലത്തിൻ്റെ തികവിങ്കൽ അവിടുന്ന് വന്നു എങ്കിൽ, രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ തികവിങ്കൽ അവിടുന്ന് വരിക തന്നെ ചെയ്യും. കൈവിടപ്പെട്ടു പോയാൽ വല്ലാത്തൊരനുഭവമായിരിക്കും, അതിക്രൂരമായിരിക്കും. ആ അനുഭവം ഒരൊറ്റ മനുഷ്യർക്കും വരാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ ശേഷിപ്പായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശേഷിപ്പ് കർത്താവിനെന്നും ഭൂമുഖത്തുണ്ട്. അത് കറ, വാട്ടം, ചുളുക്കം, മാലിന്യമില്ലാത്ത, എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സഭയാണ്, ഒരു പൂർണ്ണതയുള്ള സഭയാണ്. അതിനകത്തേക്കാണ് ദൈവത്തിൻ്റെ മക്കളായി നമ്മെ വിളിച്ച് വേർതിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ചെയ്യുന്നത് പോലെ, കർത്താവിൻ്റെ വാക്കുകളെക്കുറിച്ച് നാം വചനത്തിൽ വായിക്കുന്നു. അവിടുത്തെ വാക്കുകൾ ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും അത്രേ. ദൈവത്തിൻ്റെ മക്കളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. അതിൻ്റെ അപ്പുറമെല്ലാം ആരിൽ നിന്ന് വരുന്നു? ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അത് ആകയാൽ ഇന്ദ്രിയമായിട്ടുള്ള നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. അങ്ങനെ ആ ജനത്തിന് സൂക്ഷിക്കാൻ പറ്റാതെ അപ്പോസ്തലന്മാരെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അത് നിർത്തുക. 3 നമ്മൾ വായിക്കുന്നു. അത് വായിക്കുന്നു 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നു, യഹൂദന് എന്ത് വിശേഷത. അതിന് ശേഷം യഹൂദനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ 3-ന്റെ 1 2-ന്റെ 1 3-ന്റെ 1 2-ാം അധ്യായം മുഴുവനും അതാണ് പറയുന്നത്. 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു. എന്നാൽ 9-ാം വാക്യം വരുമ്പോൾ ഒരു വ്യത്യാസം കാണുന്നു. 3-ന്റെ 9 ഒന്ന് വായിച്ച്. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന്റെ കീഴിലാകുന്നു.
എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. മതി. ഇതിനകത്തൊരു സ്പ്ലിറ്റ് കിടക്കുകയാണ് ആ ചർച്ചിനകത്ത്. എന്താ സ്പ്ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ യഹൂദന്മാർ, നിങ്ങൾ യവനന്മാർ, നിങ്ങൾ ജാതിയിൽ നിന്ന് വന്നവർ. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ അപ്പൻ ഇന്ന ആളാണ്, ഞങ്ങളുടെ അപ്പൂപ്പൻ ഇന്ന ആളാണ്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ഇത്ര തലമുറ. ഇതിനകത്ത് അങ്ങനെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റുമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ചർച്ചിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റാണ്. ഞങ്ങൾ ഇന്നത്, നിങ്ങൾ അങ്ങനെയല്ല. കർത്താവ് മനോഹരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കർത്താവ് എല്ലാം പറഞ്ഞതെല്ലാം മനോഹരമാണ്. യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. അവിടുന്ന് ലാവണ്യ വാക്കുകൾ, അവിടുത്തെ വായിൽ നിന്ന് വരുന്ന എല്ലാം ലാവണ്യ വാക്കുകളാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് മനോഹരമാണ്. എങ്കിലും എനിക്കൊരു മനോഹരമായിട്ട് ഇച്ചിരി കൂടെ തോന്നിയിട്ടുള്ളൊരു വാക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ താല്പര്യം. യേശു പറഞ്ഞു, കരയും കടലും ചുറ്റി നടന്നൊരുത്തനെ മതത്തിൽ ചേർക്കുന്നു. മതത്തിൽ ചേർത്ത ശേഷം എന്ത് ചെയ്യുന്നു? നിങ്ങളെക്കാൾ എന്നുവെച്ചാൽ നിങ്ങളങ്ങനെയാണ്. ഈ മതത്തിൽ ചേർക്കുന്ന സമയത്ത് പോലും നിങ്ങളങ്ങനെയാണ്. യേശു എന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങൾ. അതൊക്കെ ശരി, നിങ്ങൾ അതെല്ലാം ചെയ്തപ്പോഴും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതെന്നാലല്ല സംഭവിച്ചത്. ഞാൻ എപ്പോഴും നിങ്ങളെ അറിയുന്നില്ല. എന്നുവെച്ചാൽ ചിലർ ഭയങ്കരമായിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തും. പണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പരസ്യയോഗത്തിന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന, അതായത് ഒരു 80 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ വില്യം, അദ്ദേഹം അതിനൊക്കെ ശേഷമാണെങ്കിലും അവിടെയൊക്കെ ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ തിരുമലയൊക്കെ ശുശ്രൂഷിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്നെ പരസ്യയോഗത്തിന് സ്ഥിരം വിളിച്ചുകൊണ്ട് പോകുന്നൊരു പ്രൊഫസറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം ഈ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, രക്ഷിക്കപ്പെടാതിരിക്കുക ചെയ്യട്ടെ. നമ്മൾ പറയാനുള്ളത് പറയുക, ന്യായവിധി വരും. അപ്പോൾ മനോഭാവം എന്നാണ് ഞാൻ ചിന്തിച്ചു പോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ന്യായവിധി വരുത്താനാണോ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ ഈ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, അതുകൊണ്ട് പോയി പറയുക എന്നുള്ളതല്ല. അഥവാ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്രിസ്തു എങ്ങനെ അവനെ സ്വീകരിക്കുമോ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാകണം സഭ. ഇതിനകത്തേക്ക് ഇന്നൊരു സഹോദരൻ ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ആരോ വന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു, നല്ല കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇടയിലേക്ക് ചിലർ വരട്ടെ, പുതുതായിട്ട് ആൾക്കാർ വരട്ടെ, ഒരുപാട് പേർ വരട്ടെ. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂട്ടമായിട്ട് ദേശത്ത് നിന്ന് മാനസാന്തരം ഉളവായിക്കൊണ്ട് ആൾക്കാർ വരട്ടെ. നരകത്തിൽ നിന്ന് ജനം ഒഴിഞ്ഞ് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. പക്ഷേ ഇതിനകത്ത് വന്നാൽ അവർ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണം. ഇതിനകത്ത് എന്താ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ആത്മീകമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ പറയുന്നത്? ഇതിനകത്ത് സന്തോഷവും സമാധാനവും അലതല്ലുന്ന ദൈവരാജ്യമാണ്. ആത്മീയ അർത്ഥത്തിൽ ഇന്ന് ഭൂമുഖത്ത് ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന സഭയാണ്. ഇതിനകത്ത് സഭ ഒരു ദൈവരാജ്യമായിട്ട് രൂപപ്പെടണം. ഇവിടെ കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ദയയും പരോപകാരവും വിശ്വസ്തതയും ഇന്ദ്രിയജയവും തുടങ്ങി ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവരാജ്യം അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടണം. അവിടേക്കാണ് മറ്റുള്ളവർ കടന്നു വരുന്നത്. കടന്നു വരുന്നവൻ എൻ്റെ സഹോദരനാണ്. ലിയനോഡ് റേവൻഹിൽ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, വൈ റിവൈവൽ ടാരീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു അവിടുത്തെ ഭവനത്തിനകത്ത് തന്നെ അപമാനിക്കപ്പെടുന്നു. ക്രിസ്തു അവിടുത്തെ ഭവനത്തിന് അകത്ത് അപമാനിക്കപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിനകത്ത്, സഭയ്ക്കകത്ത് കർത്താവ് പലപ്പോഴും അപമാനിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? നമ്മുടെ പ്രവൃത്തി കൊണ്ട്. അങ്ങനെ ആരെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ട് എങ്കിൽ, എൻ്റെ പ്രവൃത്തി മുഖാന്തരം, കർത്താവേ എൻ്റെ സംഭാഷണം മുഖാന്തരം, എൻ്റെ മനോഭാവം മുഖാന്തരം, എൻ്റെ ആറ്റിറ്റ്യൂഡ് മുഖാന്തരം, മറ്റുള്ളവരോടുള്ള എൻ്റെ ആ ഒരു അപ്രോച്ച് മുഖാന്തരം എന്തെങ്കിലും കുറവുകൾ, മറ്റുള്ള എൻ്റെ സഹോദരന് എന്തെങ്കിലും വേദനകൾ, പ്രയാസങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, കർത്താവേ ഞാൻ എന്നെ തന്നെ റെക്ടിഫൈ ചെയ്യുന്ന ഒരു പകലാണെന്ന്, എന്നെ തന്നെ ക്രമീകരിക്കുന്ന ഒരു പകലാണെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിഷമമാകുന്നുണ്ടോ? അന്ന് 1-ാം നൂറ്റാണ്ടിൽ ഞങ്ങൾ യഹൂദർ, നിങ്ങൾക്കറിയാമല്ലോ, അപ്പോസ്തലനായ പത്രോസ് ഇതേ കാപട്യം ഒരിക്കൽ കാണിക്കുന്നുണ്ട്. പൗലോസും പത്രോസും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ജാതികളിൽ നിന്ന് കടന്നു വന്ന സഭയെ അണച്ച് മനോഹരമായിട്ട് വയ്ക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് യഹൂദന്മാർ അവിടേക്ക് വന്നു.
പത്രോസ് പതിയെ സ്ലിപ്പ് ചെയ്ത് യഹൂദന്മാരുടെ അടുത്തേക്ക് ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല പത്രോസ് ഇന്ന് ജീവിക്കാൻ തുടങ്ങിയത്. മാറ്റം വന്നു. ഇപ്പോൾ ഇച്ചിരിയുടെ യഹൂദനായി. ഇതുവരെ പൗലോസിനോടൊപ്പം മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്നവനാണ്. അത് പറഞ്ഞു, പത്രോസുമായിട്ട് എനിക്കൊരു ഉഗ്രവാദം ഉണ്ടായി, കാപട്യമുണ്ടായി. കാപട്യത്തെ മുഖമടച്ച് അഥവാ വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ ഒരു വാദപ്രതിവാദം നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് എക്സാക്റ്റ് എവിടെയാണെന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കുക. ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഞാൻ അത് ഓർമ്മിക്കുന്നുണ്ട്. ലേഖനത്തിലൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, അവർ തമ്മിൽ തന്നെ വാദപ്രതിവാദം ഉണ്ടാകുന്നു. അപ്പോസ്തലനായ പത്രോസും പൗലോസും ഇതേ ഒരു കാര്യത്തിൽ കാപട്യം അവർ അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മിൽ നിന്നാരെങ്കിൽ നിന്നും അങ്ങനെ ഒരു കാപട്യത്തിൻ്റെ മനോഭാവം വരുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവിനോട് പറയുക, കർത്താവേ, എൻ്റെ ആ ഭാവത്തെ ഞാൻ അങ്ങയുടെ സന്നിധാനം സമർപ്പിക്കുന്നു. എനിക്കൊരു സമൂലമായ മാറ്റം വേണം. എന്നിൽ വെളിപ്പെടുന്ന, ഞങ്ങളുടെ സഭയിൽ വെളിപ്പെടുന്ന ഒരു വലിയൊരു അനുഭവത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് കർത്താവേ, അതിലെനിക്കും ഭാഗവാക്കാകണം. ഞങ്ങളുടെ സഭ, ലോകത്തിലെ ആഗോള സഭ, ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ശേഷിക്കുന്ന ആ ശേഷിപ്പുണ്ടല്ലോ, അത് അവിടുത്തെ രാജ്യത്തേക്ക് എത്തിച്ചേരുമ്പോൾ അതിനോടൊപ്പം എനിക്കും എത്തിച്ചേരണം. അതിന് തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മനോഭാവമുണ്ടോ ആ മനോഭാവം മുഴുവനും മാറുന്നതിനായിട്ട് എന്നെ തന്നെ ഇന്ന് പകൽ അങ്ങയുടെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്നു. എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ദൈവത്തിൻ്റെ സഭയ്ക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. നേരത്തെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, വാതിൽക്കൽ മുട്ടുന്നതിനെക്കുറിച്ച് ആരോ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് ലോകത്തിൻ്റെ വാതിലല്ല, വിശ്വാസികളുടെ അല്ലാതെ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു, തുറന്നുകൊണ്ട് ഞാൻ കയറാം. അങ്ങനെയല്ല, സഭയ്ക്കുള്ള ദൂതാണ്. ഒരു കാലഘട്ടത്തിൽ സഭയ്ക്കകത്തുണ്ടായിരുന്ന കർത്താവിന് സഭയ്ക്കകത്തില്ലാതെ പുറത്തേക്ക് പോയി. വെളിപ്പാട് പുസ്തകത്തിൽ 3:20 നാം വായിക്കുന്നത്. സഭയ്ക്ക് പുറത്തേക്ക് പോയി. കർത്താവ് പറയുന്നു, നിങ്ങളെ കൈവിടാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ അകത്തേക്ക് വരാം. നിങ്ങളൊന്ന് തുറന്നു നിന്നാൽ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് നിങ്ങൾ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മൾ തമ്മിലൊരു ഫെലോഷിപ്പ്, നമ്മൾ തമ്മിലൊരു കൂട്ടായ്മ ആചരിക്കാം, നമുക്കൊന്നിച്ച് മുന്നേറാം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സ്പ്ലിറ്റ് ആ സഭയിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മോചനത്തിനായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, സമയച്ചുരുക്കത്താൽ ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. നമുക്ക് വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ഈ അധ്യായം ഒരു സുവർണ അധ്യായമാണ്. 8-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു സുവർണ അധ്യായം. പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യം, ഒരു ക്രിസ്ത്യാനിയുടെ വിജയം, ക്രിസ്തുവിലുള്ള അവൻ്റെ പുതിയ ഒരു വ്യക്തിത്വം, ദൈവവുമായിട്ടുള്ള അഗാധമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഈ അധ്യായത്തിൻ്റെ പ്രത്യേകതയാണ്. 8-ാം അധ്യായം കഴിയുമെങ്കിൽ നിങ്ങൾ പലതവണ വായിക്കുക. വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരിക്കൽ പറഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതിനകത്താണ് 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് സത്യത്തിൽ പലപ്പോഴും വേണ്ടവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല വിശ്വാസികൾക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്ക് വേണ്ടി നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്നിട്ട് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഉദാഹരണം, ഞാനിവിടെ നിന്നല്ല, എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് പറയണേ, കർത്താവേ, എനിക്കൊരു 5 കോടി രൂപ തരണമേപ്പാ. 5 കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറേ പേരെ സഹായിക്കാം, ദൈവവേലയ്ക്ക് ഒരുപാട് കൊടുക്കാം, ഒപ്പം ഞാനും എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, ഞാനത് അങ്ങനെ നിങ്ങൾ പാടിയതുകൊണ്ട് ആ രീതി പറയുന്നതല്ല, എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഞാനും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞെളിഞ്ഞ് നടക്കാൻ കർത്താവേ, എനിക്ക് വളരെ സന്തോഷമാകും. കർത്താവേ, എന്നെ നിന്ദിച്ചവർ ഇന്ന് നടക്കുന്നത് ഒരു ബെൻസ് കാറിലാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റുമായിട്ട് ഞാൻ അവരുടെ മുമ്പാകെ നടക്കും. കർത്താവേ, അത് അങ്ങയുടെ നാമത്തിന് വളരെ മഹത്വമായി മാറും. പരിശുദ്ധാത്മാവ് കട്ട് ചെയ്യും. എങ്ങനെയെന്നറിയാമോ? അതിനാണ് നമ്മൾ പറയില്ലേ, ഈ നമ്മളൊരു പ്രൊപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് അയക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഒരു പരിപാടിയുണ്ട്, അതിനെ വെറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തിട്ട് വേണ്ടെന്ന് മാത്രം, ഗവൺമെൻറ് തരുന്നൊന്നില്ല എന്നുള്ളത് വേറെ കാര്യം, പോട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് പറയും, കർത്താവേ, ഇവൻ 5 കോടി പോയിട്ട് 5 ലക്ഷം കൊടുത്താലും ഇവൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറാൻ സാധ്യതയുണ്ട്, ഈ സ്വഭാവത്തിൽ നിന്ന് മാറും.
ഇവന് അതിന് ശേഷമായിട്ട് ഇവൻ്റെ നടപ്പ് തന്നെ കർത്താവേ ഒരു ക്രിസ്ത്യാനിക്ക് യോഗ്യമല്ലാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് പിതാവേ ഇവൻ ഒരു നയാ പൈസ ഇപ്പം കൊടുക്കരുത്. ഇവ ഒന്ന് വിശ്വാസത്തിലൊക്കെ ഉറച്ച ശേഷമായിട്ട് അവന് വേണ്ടുന്ന ഭൗതികമായിട്ടുള്ള നന്മയും കരുണയൊക്കെ അവന് കൊടുക്കണമേ കർത്താവേ. അതുവരെ ഇവനെ ഒരല്പം ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുവാൻ, ആത്മീയമായിട്ട് ഉയരുവാനായിട്ട് പിതാവേ അവന് വചനം വായിക്കാൻ കൃപ കൊടുക്കണം, പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണം, ആരാധിക്കാൻ കൃപ കൊടുക്കണം, നമ്മോടൊപ്പം നടക്കാൻ കൃപ കൊടുക്കണം. നമ്മളുമായിട്ട് പിതാവേ ഒന്ന് ഫെലോഷിപ്പ് ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, സഭയ്ക്കകത്ത് 2 കാല് ഊന്നി നിൽക്കാൻ പഠിപ്പിക്കണം. ഇന്ന് അവൻ്റെ ഒരു കാൽ ലോകത്തിലും മറുകാൽ മാത്രമേ സഭയ്ക്കകത്തുള്ളൂ. കർത്താവേ തൽക്കാലം അവനെ കീറിക്കളയരുത്. എന്നുവെച്ചാൽ 2 കാലം അപ്പുറം നിൽക്കുമ്പോൾ അവസ്ഥ അറിയാമല്ലോ. കീറിക്കളയരുത്, നിൽക്കട്ടെ, ഫലം കായ്ക്കും, അവൻ അകത്തേക്ക് വരട്ടെ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതകളുണ്ട്. നമ്മളുടെ എല്ലാം പ്രാർത്ഥന എങ്ങനെയാണ്? പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ പ്രാർത്ഥനയിൽ 100 വിഷയം എന്ന് വിചാരിക്കുക, 100 വിഷയം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് സമയമൊന്നുമില്ല എങ്കിലും ഉള്ള സമയം കൊണ്ട് നമ്മൾ 100 വിഷയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 98 വിഷയവും ഭൗതികമാണ്, 2 വിഷയം മാത്രം ആത്മീയമായിരിക്കും. നമ്മൾ വചനത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? വചനത്തെ തന്നെ എങ്ങനെയാണ് സമീപിക്കുന്നത്? വചനം എങ്ങനെയാണ് നമ്മെ സമീപിക്കുന്നത്? അത് ശ്രദ്ധിക്കണം. വചനത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, വചനത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നുവോ അങ്ങനെയാണ് വചനം നമ്മെ സമീപിക്കുന്നത്. ഹൗ വി അപ്രോച്ച് ടു ദ വേർഡ് എന്നുള്ള വലിയൊരു കാര്യമാണ്. ദാറ്റ് മാറ്റേഴ്സ്. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരു ഭാഗം ഈ 8-ാം അധ്യായം തന്നെ നമ്മൾ ഭൗതികമായിട്ട് അതിനെ സമീപിക്കുന്നു എന്ന് വിചാരിക്കുക. റോമാലേഖനം 8-ാം അധ്യായം ഭൗതികമായിട്ട് സമീപിക്കുന്നു. ഭൗതികമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവനും അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം നമ്മൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും. അമേരിക്കയിൽ പോകാനും ഇങ്ങനെ പോകണം, തെറ്റൊന്നുമല്ല, പൊയ്ക്കോളൂ, എവിടെ വേണോ പൊയ്ക്കോളുക, ഇവിടെ ഉള്ളപ്പോൾ ആരാനിക്ക് വരണം, അത്രയേ ഉള്ളൂ. അമേരിക്കയിൽ പോകാനും ഇംഗ്ലണ്ടിൽ പോകാനും മറ്റും അങ്ങനെ പോകുന്നത് തെറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നന്മയും കരുണയൊക്കെ നമ്മളെ പിന്തുടരണം, അതൊക്കെ പോകണം. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും അതേ കാണൂ. പണം, വീട്, ഒരു വീടുള്ളവൻ 2 വീട്, അതുപോലെ തന്നെ ഒരു കാറുള്ളവൻ 2ാമത്തെ കാറ്, ഇനി കാറുകൾ ഡെയിലി മാറുക, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പാന്നും വിളിക്കുക. അപ്പോഴേ അങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ തന്നുവെന്ന് ഇതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഗലാത്യ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ചിന്ത എല്ലാം ഈ രീതിയിലായി മാറും. കാരണം എന്താ? വചനത്തെ നമ്മൾ സമീപിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതേ കാഴ്ചപ്പാടോടുകൂടിയാണ്. എന്നാൽ തിരിച്ച് നമ്മൾ ആത്മീയമായിട്ട് അഥവാ ഭൗതികമായിട്ട് നമ്മൾ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അത് ലോകത്തിനായിട്ടുള്ളതാണ് ചിന്തിക്കുന്നത്, ജഡത്തിനായിട്ടാണ് ചിന്തിക്കുന്നത്. ജഡത്തിൻ്റെ ചിന്ത മരണം എന്നെവിടെ പറയുന്നു? 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത് 2ാമത്തെ രീതിയിൽ അടുത്ത തലം, നമ്മൾ ആത്മീകമായിട്ടാണ് വചനത്തെ സമീപിക്കുന്നത്. ആത്മവിഷയമായിട്ടുള്ളൊരു സമ്പന്നതയ്ക്ക് വേണ്ടി, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുന്നു. ആത്മാവിലുള്ള ഒരു ദാരിദ്ര്യം നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ആത്മാവിൽ എവിടെയൊക്കെയോ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത രീതിയിൽ, വചനം വായിക്കാൻ കഴിയാത്ത രീതിയിൽ, കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട നാളുകളിൽ, ആത്മാവിൻ്റെ അഭിഷേകത്താൽ കർത്താവ് നിറച്ച നാളുകളിൽ നമുക്കുണ്ടായിരിക്കുന്ന സ്നേഹത്തിലും കർത്താവുമായിട്ടുള്ള അഗാധമായിട്ടുള്ള ബന്ധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ആത്മീകമായിട്ടൊരു ദാരിദ്ര്യം എനിക്കുണ്ട് കർത്താവേ. ആകയാൽ അപ്പോൾ എൻ്റെ ആത്മീക ദാരിദ്ര്യത്തെ മാറ്റിയിട്ട് ആത്മവിഷയമായിട്ട് എനിക്കൊരു സമ്പന്നത നൽകണമേ എന്ന് ലൂക്കോസ് സുവിശേഷം 12:21 വായിക്കുന്നത് പോലെ ആ സമ്പന്നതയ്ക്ക് വേണ്ടി നമ്മൾ വചനത്തെ സമീപിക്കുകയാണെങ്കിൽ അതാണ് നിത്യതയ്ക്കുള്ള സമീപനം. വചനത്തെ ദൈവത്തിൻ്റെ മക്കൾ സമീപിക്കേണ്ടത് അങ്ങനെയാണ്. അതാ കർത്താവ് പറഞ്ഞത്, നന്മയും കരുണയൊക്കെ ദൈവം തന്നുകൊള്ളും, അത് നമ്മെ പിന്തുടരട്ടെ. നമ്മൾ ആത്മവിഷയമായിട്ടുള്ള ചിന്തയുമായിട്ട് വചനത്തെ സമീപിക്കുക. ആത്മവിഷയമായിട്ടുള്ളൊരു സമ്പന്നതയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകേണ്ടത്. ഓരോ പ്രസംഗവും അതായിരിക്കണം, ഓരോ പ്രാർത്ഥനയും അതായിരിക്കണം. ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം. കാരണം ഈ ലോകത്തിൽ ദൈവം തരുന്ന സകല നന്മകളും എന്തിനധികം നമ്മുടെ ശരീരം വരെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടവരാണ്. അതുപോലും അവിടെ ഉപയോഗമില്ല. നമ്മുടെ ശരീരം അവിടെ ഉപയോഗമില്ല കേട്ടോ, മുകളിലുള്ള ഉപയോഗമൊന്നുമില്ല.
കർത്താവ് വരുമ്പോൾ നമ്മൾ തേജസ്കരിക്കപ്പെട്ട ഒരു രൂപവുമായിട്ടാണ്, ഒരു ശരീരവുമായിട്ടാണ്. ശരീരമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഈ ഭൗതികമായിട്ടുള്ളതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും, നമ്മുടെ ശരീരം ഉൾപ്പെടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, ആ രീതിയിലായിരിക്കണം നമ്മൾ വചനത്തെ സമീപിക്കേണ്ടത്. ഇന്ന് പകൽ നമ്മൾ വായിച്ചു കേട്ട വചനവും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മൾക്കെല്ലാവർക്കും വേണ്ടി നൽകിയവൻ. ദൈവത്തിൻ്റെ മക്കളെ, പ്രതികൂലങ്ങളുടെ ഒരു വലിയ ഘടകം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ പാട്ടൊക്കെ പാടിയപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എല്ലാം പലപ്പോഴും പ്രതികൂലമായിരിക്കാം. പിന്നെ നമ്മൾ പലപ്പോഴും സാത്താനെ ആ രീതിയിൽ പലപ്പോഴും കാണുന്നവരുണ്ട്. അങ്ങനെ കാണുന്നവരായിരിക്കില്ല നിങ്ങളെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കരുത്. അവന് ലിമിറ്റഡ് പവേഴ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഈ ശത്രുവിനെ കുറിച്ച് പറയുമ്പോൾ, സാത്താനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൈയടിക്കും. അവനെ ശാസിക്കുമ്പോൾ കൈയടിച്ചു. അതിൻ്റെ ഒരു 100-ലെങ്കിലും ഒരു വില ദൈവത്തിന് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവഭയത്തോടു കൂടി ആയിരിക്കുക. യെശയ്യാ പ്രവചനം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവൻ, എൻ്റെ മുമ്പാകെ വിറയ്ക്കുന്നവൻ, എന്നെ ഭയപ്പെടുന്നവൻ, എന്നെ മാനിക്കുന്നവൻ. അതാണ് ദൈവത്തിന് പ്രാധാന്യമുള്ളത്. ശത്രുവിന് ലിമിറ്റഡ് പവേഴ്സാണ്. അവന് നമ്മളുടെ മേൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നിങ്ങൾ വിശുദ്ധരാണെങ്കിൽ, രണ്ട് കാലും സഭയ്ക്കകത്ത് വെച്ച് നിൽക്കുന്നവരാണെങ്കിൽ, വിശുദ്ധ ശേഷിപ്പിൻ്റെ ഭാഗമാണെങ്കിൽ, തേജസ്സേറിയ രാജ്യത്തേക്കുള്ള യാത്ര ആത്മാർത്ഥമായിട്ട് നടത്തുന്ന ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ, കൈവിടപ്പെട്ടു പോകാതെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മേൽ ശത്രുവിന് അവകാശമില്ല. അഥവാ നിങ്ങളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, പരീക്ഷയിൽ അകപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ പറ്റൂ. അതിപ്പം മാത്രമല്ല, പഴയ നിയമത്തിലും അങ്ങനെയായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. മുകളിൽ ചെന്നപ്പോൾ ചോദിക്കുന്നത്, നീ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, വെറുതെ അല്ല, അങ്ങ് അവനെ സംരക്ഷിക്കുകയല്ലേ, ഒന്ന് സംരക്ഷണം എടുത്ത് മാറ്റുക. അതെല്ലായിടത്തും മാറ്റിക്കൊടുത്തിട്ട് പോലെ ഇയ്യോബിനെ കൊണ്ട് ഒരു വാക്ക് പോലും പറയിപ്പിക്കാൻ പറ്റുന്നില്ല. ശത്രുവിൻ്റെ ഒരു പേര് തന്നെയുണ്ട്, സാത്താൻ്റെ ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? അവൻ അപവാദിയാണ്. അവനാണ് ഏറ്റവും ലോകത്തിലെ നുണയൻ. അവൻ നുണ പറയുന്നവനും അതിൻ്റെ അപ്പനുമാവുന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഓരോ ദിവസം നമ്മെക്കുറിച്ച് എന്ന് പറയും, മുകളിലേക്ക് ചെന്ന് പറയും, ബാലുവിന് ഈ നന്മ കൊടുക്കാൻ പോവുകയാണോ, ഈ അനുഗ്രഹം കൊടുക്കാൻ പോവുകയാണോ? അവൻ ഇന്നലെ പറഞ്ഞ ഡയലോഗ് കേട്ടാ. ഇതിനാണ് അവകാശവാദം എന്ന് പറയുന്നത്. അവകാശവാദം പറഞ്ഞ് പലപ്പോഴും തടയുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. അവൻ ഇന്നലത്തെ ആ ഡയലോഗ്, ഇന്നലത്തെ ആ സംഭാഷണം, ഇന്നലെ അവൻ പോയ പോക്ക് കണ്ടായിരുന്നോ? ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കും. അവന് പിന്നെ ചിലപ്പോഴൊക്കെ അവൻ എല്ലായിടത്തും സഞ്ചരിച്ചാലേ പറ്റോട്ടോ. അവൻ സർവ്വവ്യാപിയൊന്നുമില്ല, ഇങ്ങനെ സഞ്ചരിച്ച് കിടക്കാം. അവനെക്കുറിച്ച് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ഇതിപ്പോൾ സന്ദർഭവശാൽ വന്നൊന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നിങ്ങൾ പാടുകയൊക്കെ ചെയ്തു, അത് ഇപ്പോഴൊന്ന് ഒന്ന് മനസ്സിൽ ചിന്തിച്ച് ഒന്ന് തങ്ങി നിന്നു, അതുകൊണ്ടും കൂടെ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അവൻ ലിമിറ്റഡ് പവേഴ്സ് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ കൈകളിലാണ്, ഉള്ളം കൈയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക, പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അതിക്രമമൊക്കെയും നമ്മോട് ക്ഷമിച്ച, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് കൊലോസ്യ ലേഖനം 2:13-14 വാക്യങ്ങൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആകയാൽ ക്രിസ്തു നമുക്ക് കാൽവറി ക്രൂശിൽ ആത്യന്തികമായിട്ടുള്ള ജയം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ജയത്തിന് വേണ്ടി പോരാടുന്നവരല്ല, നമ്മൾ ജയത്തിൽ നിന്ന് പോരാടുന്നവരാണ്. വി ആർ ഫൈറ്റിംഗ് ഫ്രം ദ വിക്ടറി, നോട്ട് ഫോർ ദ വിക്ടറി. നമ്മൾ വിജയത്തിന് വേണ്ടി പോരാടുന്നവരല്ല. നമ്മുടെ കർത്താവ് നമുക്ക് ആത്യന്തികമായ ജയം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ശത്രുവിന് നമ്മുടെ മേൽ ജയഘോഷം കൊള്ളാൻ അവകാശമില്ല. എന്നെങ്കിലും ജയഘോഷം കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ 2 കാലും ദൈവരാജ്യത്തിനകത്താണോ, ചേർച്ചിനകത്താണോ, സഭയ്ക്കകത്താണോ എന്ന് ദൈവത്തിൻ്റെ മക്കൾ പരിശോധിക്കണം. അവന് ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മുടെ കർത്താവാണ് സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞൻ, എല്ലാറ്റിനും എല്ലാമായിട്ടുള്ളവൻ നമ്മുടെ കർത്താവാണ്.
അവിടുന്ന് മാത്രമാണ് അമർത്യനായിട്ടുള്ള ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാതിരാജാവും കർത്താതി കർത്താവും, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും, സകലത്തിൻ്റെയും സൃഷ്ടികർത്താവും, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവനും, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അവിടുന്നാണ് അൽഫയും ഒമേഗയും, ആദിയും അവസാനവും, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നമ്മുടെ കർത്താവ് മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, അത് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. ആകയാൽ ആ നാമത്തെ അറിയുവാൻ കർത്താവ് ഭാഗ്യം നൽകി. നമ്മുടെ ചുറ്റുമായിട്ട് നോക്കുമ്പോൾ, മുന്നിലും പുറകിലും ഒക്കെ നോക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ വലിയ ഘടകമാണ്. ദൈവത്തിൻ്റെ മക്കൾ ഈ പ്രതികൂലങ്ങളുടെ ഘടകത്തെ നോക്കാതെ അനുകൂലമായ ദൈവത്തെ നോക്കുക. ഈ ലേഖനം എഴുതുന്ന ലേഖനകർത്താവായിട്ടുള്ള അപ്പോസ്തലനായ പൗലോസ് കാണുന്നത്, ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ പ്രതികൂലത്തിൻ്റെ വലിയൊരു ഘടകം വരും എന്നുള്ള വലിയൊരു കാഴ്ച കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി. 7-ാം അധ്യായത്തിൽ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനല്ല, അന്ന് അദ്ദേഹം കിലിക്കിയയിലെ തെർസോസിലുള്ള ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി. എന്നാൽ അസാധാരണമായിട്ടുള്ള ഒരു വിൽ പവർ കൊണ്ട്, അസാധാരണമായിട്ടുള്ള ഒരു മതഭക്തി കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ മുഴുവനും കൊന്നൊടുക്കുക, തകർക്കുക, ഈ മാർഗത്തെ നശിപ്പിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടി കടന്നു വരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കടന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാം. അദ്ദേഹം കടന്നു വരുമ്പോൾ കാണുന്നത് ഒരു വലിയ ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ആ മനുഷ്യനെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സ്തേഫാനോസ് അഥവാ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു വലിയ ദൈവഭക്തനാണ്. ഈ വലിയ ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ചെറുതാണ് കേട്ടോ. വളരെ ബാക്ക്ഗ്രൗണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സപ്ലയറാണ്. ഈ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോസ്തലന്മാരായിരുന്നു പണ്ട് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഇനി ഞങ്ങൾ ഭക്ഷണവും വിളമ്പി ഇതെല്ലാം ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് വിളമ്പാനായിട്ട് ചിലരെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ആത്മനിറവുള്ള 7 പേരെ തിരഞ്ഞെടുത്തു നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഭക്ഷണം വിളമ്പാനും ആത്മനിറവ് വേണമെന്നാണ്. ആത്മനിറവോട് അപ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം വന്ന്, ഞങ്ങളെല്ലാവരും ഭക്ഷണം വിളമ്പുന്നവരാണ്, ആത്മനിറവുള്ളവരാണെന്നുള്ളത്. നല്ല കാര്യം. ഓക്കെ, ആത്മനിറവോടുകൂടി ഭക്ഷണം വിളമ്പണം. അതില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയുമോ? യഹൂദന്മാരും മലയാളികളും പലപ്പോഴും ഒരുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് എന്താണ്? കർത്താവ് ആദ്യം പറഞ്ഞെന്താണ്? എല്ലാവരെയും പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. 50 പേരും ഒക്കെ വെച്ച് പന്തിയായിട്ട് ഇങ്ങനെ ഇരുത്താൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്താണെന്നറിയാമോ? അവിടെ എല്ലാം പുരുഷന്മാർക്ക് ഭയങ്കര അതീശത്വം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നല്ല, അന്ന് അതീശത്വം ഉണ്ടായിരുന്നു. ഇവർ ആദ്യം ചാടിപ്പിടിക്കും, പിന്നെ ബാക്കിലോട്ടുള്ളവർക്ക് കിട്ടും എന്നായാലും കർത്താവ്, കാരണം 12 കൂട്ടം നിറച്ചെടുത്തല്ലോ ബാക്കി അധികം വന്നത്, കിട്ടാൻ ഒരുപാട് താമസിക്കും. കർത്താവ് പറഞ്ഞു, 3 ദിവസമായി ജനം എന്നോടൊപ്പമായിരിക്കുന്നു, അവർ തളർന്നു വീഴും. ആദ്യം തളർന്നു വീഴുന്ന സ്ത്രീകളും കുട്ടികളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു പന്തിയായിട്ടിരുത്താൻ. അതാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. എല്ലാം ക്രമത്തിനും ഉചിതമായിട്ടായിരിക്കണം. ഇവിടെ അങ്ങനെയാണ്. പിന്നെ ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് കുറവ് കൊടുക്കും. അങ്ങനെ നമ്മൾ നിക്കോലോവിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്. ഓക്കെ, അതെൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കിടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആത്മനിറവുള്ളവർ വേണം. അതിലൊരുവനായിരുന്നു ആര്? ഈ സ്റ്റീഫൻ എന്ന് പറയുന്നത്. അവൻ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുക മാത്രമല്ല, പിന്നെയോ കിട്ടുന്ന സമയം ഒരു നിമിഷം പോലും പാഴാക്കാതെ തെരുവീതികളിൽ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവനായിരുന്നു. ആത്മനിറവോടെ സുവിശേഷം പ്രസംഗിക്കുന്നവനാണ്. അവനെയാണ് ശത്രുവിന് നോട്ടം. അവനെ ആദ്യമേ പിടിച്ചു. പിന്നെ ഫിലിപ്പോസിനെ പിടിക്കും. നമുക്കറിയാം, ഫിലിപ്പോസിനെ നിങ്ങൾക്കറിയാം, ഈ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ സ്തേഫാനോസിനെ പിടിക്കുന്നു. സ്തേഫാനോസിനെ പിടിച്ച് അവിടെ കൊണ്ടുവന്നപ്പോൾ കിട്ടുന്ന സമയം പാഴാക്കിയില്ല. ഒരൊറ്റ പ്രസംഗം. അദ്ദേഹത്തിന് എന്തുമാത്രം ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും വിളമ്പുമ്പോഴും ഈ വലിയ ഒരു പ്രശ്നം, വലിയൊരു പദവി ഇല്ലാതിരിക്കുമ്പോഴും സാധാരണ മനുഷ്യനായിരിക്കുമ്പോഴും അദ്ദേഹം എന്തുമാത്രം വചനത്തിൽ വേരൂന്നി എന്ന് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ അന്ന് എഴുതപ്പെട്ട രീതിയിലെന്ന് വെച്ചാൽ സ്ക്രോളുകളിലും മറ്റുമൊക്കെയാണ്. അത് വായിച്ച് പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കേട്ട് പഠിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ പ്രസംഗം നടത്തി യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ പറയുന്നു, ഇനി മതി, നിർത്തുക, കല്ലെറിയാൻ പറഞ്ഞു.
അവസാനം വിധിക്കുന്നതാണ്. കല്ലെറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സെൻഹെദ്രീൻ സംഘമാണ് കല്ലെറിയുവാനായിട്ട് വിധിക്കുന്ന. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. അവിടെ പെട്ടെന്ന് നിങ്ങളും ചിലപ്പോൾ അങ്ങോട്ട് നോക്കുക, അതിനു മുമ്പ് ഇങ്ങോട്ട് നോക്കുക, കുറച്ച് നേരം കൂടെ. സെൻഹെദ്രീൻ സംഘത്തിൽ നമ്മൾ വചനത്തിൽ വായിക്കും. സെൻഹെദ്രീൻ സംഘത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു സംഖ്യയ്ക്കൊരു കുറവുണ്ടായിരുന്നു. പിൽക്കാലത്ത് വായിച്ച് പഠിച്ചപ്പോൾ സംഖ്യയ്ക്ക് കൂടുതൽ വന്നു. അന്ന് 70 പേരെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് 23 പരീശന്മാരെന്നും 23 ശാസ്ത്രിമാരെന്നും 23 സദൂക്യരും പ്ലസ് മഹാപുരോഹിതൻ, അങ്ങനെ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. സത്യത്തിൽ പിന്നീടാണ് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ 71 എന്നാണ്. അതായത് 70 പേർ സംഘദ്രൻ സംഘത്തിലും അതിൻ്റെ തലവനായിട്ട് അഥവാ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് വിധിക്കുന്നത് മഹാപുരോഹിതനുമാണ്. അങ്ങനെ 71 പേരെന്നാണ്. അതിൽ 35 പേരിടത്തും 35 പേര് വലത്തും. പണ്ട് ഫ്രഞ്ച് യുദ്ധ കാലഘട്ടത്തിൽ അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും വരുന്നതല്ല. അതിൽ നിന്നാണ് ഈ ഇടതുപക്ഷവും പേരും വലതുപക്ഷ പേരൊക്കെ വരുന്നത്. വിഷയമല്ല, അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഇവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഇടതു സൈഡിലുള്ളവർ ഇവർക്ക് പ്രതികൂലമായിട്ട് വാദിക്കുമ്പോൾ വലത് സൈഡിലുള്ളവർ അനുകൂലമായിട്ട് പറയാൻ ഉണ്ട് എങ്കിൽ അവർ അനുകൂലമായിട്ട് പറയും. ഇടത് സൈഡിലുള്ളവർ പറയുകയാണ് ഇവനെ കൊല്ലുക, കല്ലെറിയുക, നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ വലതുള്ളവർ പറയും അവന് കുടുംബം അതും ഇതൊക്കെ ഉണ്ട്, അവന് വലിയ കുഴപ്പമില്ല, അവൻ അബദ്ധവശാൽ ചെയ്തു പോയതാണ്, അവൻ സങ്കേത നഗരത്തിലെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളട്ടെ, അവനെ വിടുക എന്നൊക്കെ പറയും. സ്തേഫാനോസിനെ വിധിച്ചപ്പോൾ വലത് സൈഡിലുള്ളവരും മിണ്ടാതിരുന്നു എന്നാണ്, ഒന്നും മിണ്ടിയില്ല. ഇതേ അനുഭവം ആർക്ക് വന്നു? നമ്മുടെ കർത്താവിനും വന്നു. നമ്മുടെ കർത്താവിനെക്കുറിച്ചും വായിക്കുന്നതാണ്. അവസാനം ആരും പറയുന്നില്ല. ഒന്നും പറയാതിരുന്നപ്പോഴാണ് മഹാപുരോഹിതൻ ചോദിക്കുകയാണ്, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയുക, അവിടെ നീ വലത്തോട്ടൊന്നും നോക്കണ്ട, വലത്തോട്ടാരും നിന്നെ സഹായിക്കാൻ പോകുന്നില്ല. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ വായിക്കുന്ന നമുക്കറിയാമല്ലോ, 142 സങ്കീർത്തനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വായിക്കുന്നുണ്ട്, വലത്തോട്ട് നോക്കി കാണണമേ, സഹായിക്കുന്നവൻ ആരുമില്ലല്ലോ എന്ന് വെച്ചാൽ ഈ സെൻഹെദ്രീൻ സംഘത്തെക്കുറിച്ച് പറയുകയാണ്. വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, കർത്താവ് വലത്തു ഭാഗത്തിരിക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പിന്നെ ശിഷ്യന്മാർ വന്നിട്ട് 2 പേർ വന്ന് ചോദിക്കുന്നുണ്ട്, ഒരുത്തൻ വലത്താണ് ആദ്യം, പിന്നീടത്ത്. അതുപോലെ തന്നെ വേറൊരു ഭാഗം പറയുന്നുണ്ട്, യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നതും ലൂക്കോസ് വിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ വലത്തു ഭാഗത്തേക്ക് പോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം. അപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് വായിക്കുന്നുണ്ട്, സഹായിപ്പാൻ എന്നെ ആരുമില്ലല്ലോ, വല്ലവനും ദയ തോന്നുന്നുമോ എന്ന് നോക്കിക്കൊണ്ട് ഞാനിരുന്നു വെച്ചാൽ വലത്തോട്ട് നോക്കിയിട്ട് വല്ലവനും ദയ തോന്നുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ഒരുത്തനും ദയ ഉണ്ടായില്ല താനും എന്നും നമ്മൾ വചനത്തിൽ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. സ്തേഫാനോസിൻ്റെ കാര്യത്തിൽ വന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ വന്നു. വളരെ അന്യായമായിട്ടുള്ള വിധിയാണ്. ഇവിടെ ഇതാ സ്തേഫാനോസിനെ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ കൊല്ലുവാനായിട്ട് വിധിക്കപ്പെട്ടു. എക്സിക്യൂഷൻ നടത്തുന്ന റോമൻ ഗവൺമെൻറ്റാണ്, അവർ അനുവദിച്ചു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലമായിട്ട് കല്ലെറിയാൻ പോവുകയാണ്. കല്ലെറിയാൻ പോയപ്പോൾ എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ കല്ലെറിയുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം ഉടുപ്പെല്ലാം ഊരി ഒരുത്തൻ്റെ കൈ കൊടുത്തു. ആരാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഉടുപ്പ് അഥവാ ഈ വസ്ത്രങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ആരാണ്? ഈ മനുഷ്യനാണ്. അതാണ് ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത്. ഈ ശൗലിൻ്റെ കയ്യിലാണ്. തെർസോസുകാരനായിട്ടുള്ള കിലിക്കിയയിലെ അഥവാ സിലിസ്യയിലെ തെർസോസുകാരനായിട്ടുള്ള ഈ മനുഷ്യനാണ് വസ്ത്രങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. ഞാൻ പിടിച്ചോളാം, നിങ്ങൾ പോവുക, മാക്സിമം എറിയുക, ഞാൻ നിങ്ങൾക്ക് കൂട്ടാളിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, 8-ാം അധ്യായം തുടങ്ങുന്നത് അവനെ കൊല്ലുന്നത് ശൗലിന് സമ്മതമായിരുന്നു എന്നാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ എൻട്രി. ഒരു മനുഷ്യൻ സകല പ്രതികൂലത്തിൻ്റെയും മധ്യം നിൽക്കുകയാണ് സ്തേഫാനോസ്. സകല പ്രതികൂലത്തിൻ്റെയും മധ്യം നിൽക്കുമ്പോഴും അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ പ്രതികൂലത്തിൻ്റെ കല്ലുകൾ, പ്രതികൂലത്തിൻ്റെ മനുഷ്യർ, അപവാദം പറയുന്നവരുടെ കൂട്ടം, ഇതൊന്നും അദ്ദേഹം നോക്കില്ല. പരിഹസിക്കുന്നവർ, തുപ്പുന്നവർ, നിന്ദിക്കുന്നവർ, ഇവരുടെ കൂട്ടത്തെ ഒന്നും നോക്കുന്നില്ല. അദ്ദേഹം മുട്ടുകുത്തി എന്ന് വായിക്കുന്നു. ഓരോ കല്ലും വന്ന് പതിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ക്രൂരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഓരോ കല്ലും വന്ന് പതിക്കുമ്പോൾ അദ്ദേഹം മുട്ടുകുത്തി മുകളിലേക്ക് നോക്കി ഒരു പ്രാർത്ഥനയാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച നമുക്കറിയാം. എന്താണ്? ഇതാ ഞാനൊരു വലിയ കാഴ്ച കാണുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ ലോകത്തിലെ വലത്തുഭാഗത്തുള്ളവർ അവനെ കുറ്റം വിധിച്ചപ്പോൾ, ന്യായമായിട്ട് അവനെ സഹായിക്കേണ്ടവർ അവനെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ, ഇതാ അവനൊരു കാഴ്ച കാണുകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവപുത്രന്റെ കാഴ്ച. ദൈവത്തിൻ്റെ മക്കളെ, ലോകത്തിലെല്ലാം പ്രതികൂലമായി നിങ്ങളെ സഹായിക്കേണ്ടവർ പോലും നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ, സാഹചര്യം മുഴുവനും എതിരായിട്ട് നിൽക്കുമ്പോൾ, വ്യക്തികൾ മുഴുവനും എതിരായിട്ട് നിൽക്കുമ്പോൾ, സമൂഹം മുഴുവനും എതിരായിട്ട് നിൽക്കുമ്പോൾ, നമുക്ക് വേണ്ടി
എഴുന്നേൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടും സമൂഹമായിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ, വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുവിനെ കാണുക. ആ കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി നൽകിയവൻ അതോടുകൂടെ ഇതൊക്കെ നൽകാതിരിക്കുമോ? അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, അങ്ങയുടെ ജനം പലപ്പോഴും പ്രതികൂലത്തിന്റെ മധ്യയായിരിക്കുന്ന അവസ്ഥകളുണ്ട്. അനുകൂലമെന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ പോലും പ്രതികൂലമായി മാറുമ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന അങ്ങയുടെ വലിയ ദയക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ചിലപ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, പണം ഇഷ്ടം പോലെ കണ്ടേക്കാം. എന്നാൽ നിങ്ങളുടെ സാഹചര്യം ശാരീരികമായിട്ട് ചില ദുഃഖത്തിൻ്റെ അവസ്ഥയിലൂടെ ശാരീരികമായിട്ടുള്ള ചില ഘടകങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. മറ്റ് ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ചിലർ സാമ്പത്തികമായിട്ടുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എല്ലാറ്റിലുപരി ചിലർ ആത്മീകമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. നോക്കുമ്പോൾ എല്ലാം പ്രതികൂലമാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങൾക്ക് നൽകുവാനുള്ള ദൂതെന്ന് പറയുന്നത് അനുകൂലമായ ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു തമ്പുരാനുണ്ട്. നമ്മൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരല്ല, നമ്മൾ അനാഥരല്ല. നമ്മൾ അനാഥരായി കർത്താവ് കൈവിടുകയില്ല. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും എൻ്റെ കർത്താവ് എന്നെ ചേർത്തുകൊള്ളുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങൾക്ക് തരുവാനുള്ള ദൂത് അതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയുണ്ട് അതിനുശേഷം, പിതാവേ, ഈ പാപം ഇവർക്ക് നിർത്തരുതേ. ദൈവത്തിൻ്റെ മക്കളെ, ചില നേരത്തെ നമ്മുടെ വേദനയോടുകൂടിയുള്ള പ്രാർത്ഥന, നമ്മുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന, മനം തകർന്ന പ്രാർത്ഥന. മനം തകർന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. മനം തകർന്ന പ്രാർത്ഥന, നമ്മുടെ ആവശ്യഭാരത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നെടുമ്പാടെ വീഴുന്ന പ്രാർത്ഥനകളുണ്ട് കേട്ടോ. നെടുമ്പാടെ വീഴുന്ന പ്രാർത്ഥനകൾ. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന ഉത്തരം ദൂരവ്യാപകമായിട്ടുള്ള ഫലം ഉളവാക്കുന്ന ഉത്തരങ്ങളായിരിക്കും. നിങ്ങൾ കുറിച്ചിട്ടുകൊള്ളുക, ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉളവാക്കുന്ന ഉത്തരങ്ങളായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ള മറുപടി മാത്രമായിരിക്കില്ല, നിങ്ങളുടെ തലമുറകൾക്കുള്ള ഉത്തരം മാത്രമായിരിക്കില്ല, പിന്നെയോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഉത്തരങ്ങളായിരിക്കും. ഈ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മനുഷ്യനിതാ തുണിക്കെട്ടുമായിട്ട് അവരിയ്ക്കുകയാണ്. എറിയുന്നവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന തുണിക്കെട്ടുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ കണ്ടോ? അവൻ്റെ പേര് തർസോസിലെ ശൗൽ എന്നാണ്. നാളുകൾക്കകം തന്നെ ആ മനുഷ്യനൊരു യാത്ര നടത്തുന്നുണ്ട്. ഡെമോസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച്, അഥവാ ഇന്നത്തെ ഡെമാസ്കസ്, അതിൻ്റെ പടിവാതിൽക്കൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ അവനൊരു അടിയടിക്കുന്നുണ്ട്. 3 ദിവസം അവൻ അന്ധനാകുന്നുണ്ട്. അത് അവൻ്റെ സുവർണ കാലഘട്ടമാണ്. അതിനുശേഷം അവനൊരു പുറത്തേക്ക് വരുന്നുണ്ട്. എൻട്രിയെ ഞാൻ പറഞ്ഞു. അതിനുശേഷം അവൻ്റെ എക്സ്പോസിഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പോസിഷനാണ്. ലോകത്തിൽ അന്നേ വരെ ജാതികളുടെ അടുക്കലേക്ക് സുവിശേഷം എത്തിയിട്ടില്ല. ഇതാ ദൈവത്തിൻ്റെ വലിയൊരു ദർശനവും സുവിശേഷത്തിന്റെ പടധ്വനിയുമായിട്ട് അവൻ പുറപ്പെട്ടു. അത് അവിടെ മാത്രം ഒതുങ്ങിയില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്നും പ്രസംഗിക്കത്തക്ക രീതിയിൽ അവന്റെ ശുശ്രൂഷയെ ദൈവം വിശാലമാക്കി. അവൻ പൗലോസായി മാറി. ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ അതുപോലെ തന്നെ ആഫ്രിക്കയിലെ പല ഭാഗങ്ങളിലും ഇതേ മനുഷ്യനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? പ്രതികൂലങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം വിളിച്ചു പറയുകയാണ്, പിതാവേ, ഇവരുടെ പാപം നിലനിർത്തരുതേ. ശൗലിന്റെ പാപം ദൈവം നിലനിർത്തിയില്ല, അവനെ രക്ഷിച്ചു. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ചിലർ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും. നമുക്കറിയാം അതിൻ്റെ ദൂരവ്യാപകമായിട്ട് അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ. 1948 വരെ രാജ്യമില്ലാതെ അലഞ്ഞിട്ട് 48-ൽ രാജ്യം സ്ഥാപിക്കേണ്ട ഗതികേട് വന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന്. എന്നാൽ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന പ്രതികൂലങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അവരെ സഹായിക്കണമേ, ഇവരെ ഈ പാവത്തിന് അടിമകളാക്കി തീർക്കരുത്. എൻ്റെ മരണം തന്നെയാണ്. ഞാൻ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് വരുന്നുണ്ട്, എന്നെ സ്വീകരിപ്പാൻ അങ്ങ് എഴുന്നേറ്റത് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഈ ഭൂമുഖത്തായിരിക്കുന്ന ഇവരുടെ ഈ പാപം നിലനിർത്തരുത് എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയ്ക്കുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഫലമാണ് ഈ പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിലൊരു ഭക്തൻ ഓടുന്ന സമയത്ത് പറയുന്നുണ്ട്, ദാവീദ്, നീ നിന്ന വാരിച്ചൊരിയുന്ന
ഒരു ദൈവമുണ്ടല്ലോ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അവിടുത്തെ നാമത്തിലാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് നീയാകുന്ന പ്രതികൂലം എനിക്ക് പ്രശ്നമല്ല, നിന്റെ വലിപ്പം എനിക്ക് പ്രശ്നമല്ല. ഈ ജനം മുഴുവനും, ഈ ഇസ്രായേൽ ജനം മുഴുവനും ഈ അകക്കാഴ്ചയില്ലാതെ മാറി നിൽക്കുന്നത് എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ദൈവം എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു: പരിച്ഛേദനക്കാരനെ ഒരു അഗ്രചർമ്മി ഒരിക്കലും ജയിക്കുകയില്ല. നീ അഗ്രചർമ്മിയാണ്, നിന്നെ ഞാൻ ജയിച്ചിരിക്കും. അതിനെനിക്ക് ആരുടെയും സഹായം വേണ്ട. ഈ കല്ല് പോലും വ്യർത്ഥമാണ്. ആ കല്ല് അവൻ പായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചവിട്ട് പറക്കുന്നതാണ്, അവൻ കമണ്ണാണ് വീഴുന്നത്. ആര്? ഗോലിയാത്ത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, എത്രയോ വലിയ പ്രതികൂലമാണ് ആ ചെറിയ മനുഷ്യൻ കാണുന്നത്. പക്ഷെ അവൻ ആ പ്രതികൂലത്തെ അല്ല കണ്ടത്, അനുകൂലമായിട്ട് അവനോട് ചേർന്നൊരുവനുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട് എങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം: അവരോട് കൂടെയുള്ളവർ എത്രയും ആയിക്കൊള്ളട്ടെ, എന്നോട് കൂടെയുള്ളവനാണ് വലിയവൻ. എലീശ ഒരു കാഴ്ച കണ്ടത്, അത് പിന്നീട് ശിഷ്യനിലേക്ക് കൈമാറുകയാണ്. ശിഷ്യൻ പറയുകയാണ്: പിതാവേ, ഞാൻ കാണുന്നുണ്ട്, അഗ്നിമയ രഥത്താൽ ദൂതഗണങ്ങൾ ഇറങ്ങുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. അവരോട് കൂടെയുള്ളവരെക്കാൾ എന്നോട് കൂടെ, നമ്മോട് കൂടെയുള്ളവൻ വലിയവൻ. അതേ യോഹന്നാൻ ഒരിക്കൽ ലേഖനത്തിൽ എഴുതുന്നു: ഈ ലോകത്തോട് കൂടെയുള്ളവരല്ല വലുത്, ലോകം വലുതല്ല, പിന്നെയോ പിതാവേ, എന്നോട് കൂടെയുള്ള അങ്ങാണ്. ഞാനൊരിക്കൽ മാർവിൽ ചാരിയിരുന്ന അങ്ങ് ആത്മാവിൽ എൻ്റെ മധ്യേ വരുമ്പോൾ, അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഞങ്ങളാണ് വലിയവർ, ഞങ്ങളാണ് ഈ ലോകത്തിൽ കർത്താവേ അനുകൂലം അനുഭവിക്കുന്ന ഒരു വലിയ ജനത. ദൈവത്തിൻ്റെ മക്കളെ, പ്രതികൂലത്തിൻ്റെ ഘടകങ്ങളെ നമുക്ക് മറക്കാം. പ്രതികൂലങ്ങൾ അനവധിയായിരിക്കാം, പ്രശ്നങ്ങൾ അനവധിയായിരിക്കാം. അതിനെല്ലാം മറന്നുകൊണ്ട് ഇന്ന് പകൽ കർത്താവിനോട് പറയാം: കർത്താവേ, അങ്ങ് അനുകൂലമാണ്, അങ്ങ് അനുകൂലമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, സ്നാനപ്പെട്ടവനാണ്, ആത്മാവിഷയം പ്രാപിച്ചവനാണ്. പ്രാർത്ഥന, വചനവായന, ആരാധന, ഉപവാസം, വിശുദ്ധി തുടങ്ങി അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ തലങ്ങളിലും മുന്നേറി അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണ്. അങ്ങനെ ഏകനായി വിടുകയില്ല. ലോകം എനിക്ക് പ്രതികൂലമെങ്കിലും, ഭരണകൂടം എനിക്ക് പ്രതികൂലമെങ്കിലും, സകലരും എനിക്ക് പ്രതികൂലമെങ്കിലും എനിക്ക് വിഷയമല്ല. എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ അങ്ങ് എനിക്ക് അനുകൂലമാണ്. അങ്ങ് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. കണ്ണുകളടയ്ക്കാം, തലകളെ മണക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പറയാം: കർത്താവേ, അങ്ങയുടെ ആത്മാവ് എന്നോട് സംസാരിച്ചതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, പ്രതികൂലത്തിൻ്റെ വലിയ ഘടകങ്ങളെ നോക്കുന്നില്ല, എൻ്റെ ശരീരത്തിൻ്റെ പോരായ്മകളെ ഞാൻ നോക്കുന്നില്ല, എനിക്ക് ചുറ്റുമായിട്ട് വാടകോരി നിൽക്കുന്ന ശത്രുവിൻ്റെ ഗണത്തെ ഞാൻ നോക്കുന്നില്ല. കർത്താവേ, എനിക്കെതിരായിട്ട് നിൽക്കുന്ന മാനുഷിക ശക്തികളെ ഞാൻ നോക്കുന്നില്ല, സാഹചര്യങ്ങളെ ഞാൻ നോക്കുന്നില്ല. അനുകൂലമായിട്ട് എനിക്ക് ഒപ്പമുള്ള എൻ്റെ കർത്താവിനെ നോക്കുന്നു. എൻ്റെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി നൽകിയവൻ, ഞങ്ങൾക്ക് വേണ്ടി നൽകിയവൻ, അതോടുകൂടെ ഇതൊക്കെയും നൽകാതിരിക്കുമോ? മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തോട് അങ്ങ് സംസാരിച്ച ദിവ്യതയ്ക്കായി സ്തോത്രം. ഈ വചനം അവിടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ അപ്പാ. അത് 30 60 അല്ലപ്പാ, അത് 100 മേനി ഫലം കായ്ക്കുവാൻ, നല്ല നിലത്ത് വീണ വിത്തായി 100 മേനി ഫലം കായ്ക്കുവാൻ വരുന്ന ദിവസങ്ങളിൽ വചനം അവരുടെ ജീവിതത്തിൽ, അവരുടെ തലമുറയിൽ, ഈ ചർച്ചിൽ ക്രിയ ചെയ്യട്ടെ. അതിനെതിരായിട്ടൊരു ദുഷ്ടപ്പോരുകളും എഴുന്നേൽക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക കൃപ അങ്ങയുടെ ജനത്തിന് മേൽ ചൊരിയണമേ. അങ്ങയുടെ ചിറകിന്റെ മറവിൽ, അത്യുന്നതന്റെ മറവിലും, സർവശക്തന്റെ നിഴലിൻ കീഴിലും അങ്ങയുടെ ജനത്തെ കാത്തുകൊള്ളണമേ അപ്പാ. കൃപ, 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 കൃപ. പിതാവേ, അങ്ങ് നല്ലവനല്ലോ. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്, എന്നേക്കുമുള്ള അങ്ങയുടെ ദയയാൽ അങ്ങയുടെ ജനത്തെ ചുറ്റിക്കൊള്ളണമേ. പർവ്വതങ്ങൾ നീങ്ങിപ്പോവും, കുന്നുകൾ മാറിപ്പോകും, എങ്കിലും അങ്ങയുടെ ദയ ഞങ്ങളെ വിട്ടു മാറില്ലല്ലോ. ഞങ്ങളോടുള്ള സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ലല്ലോ. അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാണ്, പ്രതികൂലം ആർ? പ്രാർത്ഥന കേട്ടതിന് നന്ദിയപ്പാ. മഹത്വം എല്ലാം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ.